കേട്ടത് തെറ്റിട്ടില്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണമെന്ന് IG വിളിപ്പിച്ചിട്ടില്ല പറയുന്നത്. വിവരക്കേട് പറയാതെ. അപ്പോ നിരുപമ ലക്ഷ്മിയോൾക്ക് ചോദ്യം പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ലെന്നാണോ? അവളുടെ സ്കൂളിൽ പ്രസിഡന്റ് വരുന്നുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാ തന്നെ ഞാൻ എന്ത് ചോദ്യം പറഞ്ഞു കൊടുക്കാനാ അങ്കളെ? അല്ല, വല്ല കുസൃതി ചോദ്യമോ കടങ്കഥയോ അങ്ങനെ എന്തേലും. ഇന്ത്യൻ പ്രസിഡന്റിനോട് അല്ലേ? ആ ചോദ്യം എന്താണെന്ന് പത്രക്കാരോടൊന്നും തൽക്കാലം പറയണ്ടെന്ന് IG പറഞ്ഞിരിക്കുന്നത്. അതറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ സാറേന്ന് എങ്ങനെയാ ചോദിക്കുക? ഏതായാലും ലച്ചു ഇപ്പൊ വരുമല്ലോ. ഇനി ആ ശിവൻകുട്ടി പ്രസിഡന്റിനെ പിടിച്ച് നമ്മളോട് പ്രതികാരം ചെയ്യാൻ. ഇതാ രാഷ്ട്രപതി ഭവൻ. ഇവിടെയാ പ്രസിഡന്റ് താമസിക്കുന്നത്. ഈശ്വര, ഇത്രയും വലിയ വീട് വെക്കണൊക്കെ എന്തായിരിക്കും അങ്ങയുടെ ശമ്പളം? ഡൽഹിയിൽ എക്സ്കർഷന് പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ടമ്മേ ദൂരേന്ന്. അകത്തൊന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവര് സമ്മതിച്ചില്ല. ഡൽഹിയിലൊക്കെ അടിച്ചു വരാൻ ആളെ കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ലല്ലേ? ഒരു ചായ ഇട്ട് തരൂ പ്ലീസ്. ആ, നാളെ വൈകുന്നേരം അല്ലേ പോകേണ്ടത്? ആര് പോകുന്നു? ഞാനോ? ഉവ്വ, പ്രസിഡന്റ് ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. താൻ എന്തു മണ്ടത്തരായി പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാ തന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. റെസ്പെക്ട് ദാറ്റ്. ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. ചെന്നില്ലെങ്കിൽ കൊണ്ടില്ലാൻ ചിലപ്പോ അവര് കരിമ്പൂച്ചകളായിരിക്കും. തോമസേ, തന്നെ ഞാൻ ചായ ഇടാൻ പറഞ്ഞു വിടണോ? പ്രസിഡന്റിനോട് മോൾ എന്താ ചോദിച്ചത്? അതിന്റെ പേരിൽ പ്രസിഡന്റ് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. പറ. കുടുങ്ങുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കുടുങ്ങും. വാശി കാണിക്കാതെ നീ ചോദിച്ചത് എന്താണെന്ന് പറ. ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് നീ എന്നോട് പിന്നെ മിണ്ടുകയേ വേണ്ട. ഞാനൊന്നും ചോദിക്കുകയുമില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുമില്ല, ആരോടും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല എന്ന്. അപ്പൊ അവര് നിന്നെ വിളിക്കുമല്ലോ. വിളിക്കട്ടെ. അമ്മ അടുത്തുനിന്ന് എനിക്കാ ക്വസ്റ്റ്യൻ കിട്ടിയത്. അതെവിടെയും പ്രൂവ് ചെയ്യാൻ ഞാൻ റെഡിയാ. ലച്ചു, പ്രസിഡന്റിനോട് പറഞ്ഞ നിന്റെ അയർലൻഡിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഒന്ന് പറയടാ. ഇനിയേ യൂണിഫോം തേക്കാനായിട്ടേ അമ്മ കുമ്മാന്ന് പറഞ്ഞങ്ങ് വന്നേക്കട്ടാ. ഈ പ്രസിഡന്റിനോട് ചോദിക്കാൻ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് തന്നിരുന്നല്ലോ. ദ റോൾ ഓഫ് റേഡിയോ ഇൻ ബിൽഡിംഗ് അവർ നേഷൻ. അത് ചോദിച്ചില്ലേ? ആ ക്വസ്റ്റ്യൻ സ്കൂളിൽ നിന്ന് തന്നെ റിജക്ട് ചെയ്തു. ഓ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ UDC ആയ നിരുപമ രാജീവ് എന്ന 37-കാരിക്കാണ് രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ദേ, ഇതിലും 37. മാതൃഭൂമിയിൽ മാത്രമാണ് 36 കൊടുത്തിരിക്കുന്നത്. അമ്മ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. എന്റെ കാലിനിപ്പോ ഒരു കുഴപ്പമില്ല. എക്സസൈസ് എന്നല്ലേ ഡോക്ടറും പറഞ്ഞത്. എന്തിനാ വെറുതെ ഹെൽത്ത് ക്ലബ്ബിൽ കൊടുത്ത് പൈസ കളയണേ? ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് സമയം പോകുന്നു അറിയില്ല. ഇതിങ്ങനെ വെട്ടിത്തെളിച്ചിട്ട് ആ, എന്റെ ഒരു പഴയ കൊലീഗില്ലേ ലൂസി, ദാ
ഇവിടെ നീ ഓർക്കണില്ലേ? പിന്നെ ഓർക്കാതെ എന്നെ പഠിപ്പിച്ചതല്ലേ. ഇത് ഇവരുടെ സ്ഥലാ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താ ഞങ്ങൾക്ക് വന്നിരിക്കാൻ ഒരു കോമൺ പ്ലേസ് ആവുമല്ലോ. ഓ, ഇവിടെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറെ പാടുപെടും. ഹായ് പ്രസിഡന്റ്സ് ഗേൾ, കൺഗ്രാറ്റ്സ്. താങ്ക് യു മിസ്. ടീച്ചറെ, ഇന്നലെ ന്യൂസിൽ കണ്ടപ്പോ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. സത്യം പറയാലോ, സ്കൂളിലെ തന്റെ പൊട്ടൻഷ്യൽ വെച്ച് ഇങ്ങനൊരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്യേണ്ട ആളല്ല താനെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. അതിലെനിക്ക് നല്ല ഡിസപ്പോയിന്റ്മെന്റും ഉണ്ട്. പക്ഷെ ഇനി താൻ ഷൈൻ ചെയ്യും, ഐ എം ഷുവർ. എന്ത് ചോദിച്ചാ പ്രസിഡന്റിനെ താൻ ഞെട്ടിച്ചത്? ലൂസി ടീച്ചറെ, ആ പൂവരശ 20 വർഷം കൊണ്ട് നല്ല ഒന്നാന്തരം തണൽമരം ആകും. ചേച്ചി ഒന്ന് മണ്ണിട്ടെ. 20 വർഷോ? ആ സമയത്ത് നിങ്ങളൊക്കെ അതിന് നീ കാണുമല്ലോ. അമ്മയുടെ ഈ കാലിലെ നീര് കണ്ടിട്ട് എനിക്ക് മനസമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ല. ലച്ചുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിങ്ങ് വരാം. ഞാൻ ഏതായാലും ഒരു 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കാൻ പോവുക. ബാഗ് പാക്ക് ചെയ്താ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കാലിന്റെ നീര് നീ ഇവിടെ വന്നിട്ടില്ലേ കണ്ടത്? അതിനു മുമ്പ് നീ ബാഗ് പാക്ക് ചെയ്തിങ്ങ് പോകുന്നത് എങ്ങനെയാ? അതുമല്ല, നാളെയല്ലേ പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ്? സ്വന്തം അമ്മയേക്കാൾ വലുതല്ലല്ലോ ഒരു പ്രസിഡന്റും. അമ്മ ഇങ്ങനെ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോ ഞാനവിടെ പ്രസിഡന്റുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാനോ? എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. കേരളത്തിലെ 3.5 കോടി ആൾക്കാരിൽ 10 പേർക്ക് പോലും കിട്ടാത്ത അവസരം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരൊറ്റ തവണയേ വരൂ, പാഴാക്കി കളയരുത്. ഭയങ്കര ടഫാ. കിട്ടുമെന്ന് തോന്നുന്നില്ല. ടൈം വെറുതെ വേസ്റ്റ്. ഒന്നൊരു ട്രൈ ചെയ്തൂടെ? നടക്കില്ലടാ. ചുമ്മാ കളയാൻ എളുപ്പാ. നിരുപമ രാജ്യമല്ലേ? എവിടെ? നിരുപമ രാജ്യമല്ലേ? അതെ. ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞങ്ങള്? ഒരു ഫോട്ടോ എടുത്തോട്ടെ. മാം, ആ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് പറയാമോ? അതൊക്കെ ഉണ്ട്, സർപ്രൈസാ. ഓ, ഓക്കെ. പ്രസിഡന്റ് ക്ഷണിക്കാന്ന് പറഞ്ഞ വലിയ ഭാഗ്യം തന്നെയാ.